ആ സീരീസിൽ വന്നതിൽ കുറച്ച് നന്നായിട്ടുണ്ട്. സാധാരണ രീതിയിൽ അങ്ങനെ സെക്കൻഡ് വരുമ്പോൾ നന്നാകത്താണ്. എൻഡിങ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഞാൻ കുറച്ച് ഓവർ എക്സ്പെക്ട് ചെയ്തതുകൊണ്ടായിരിക്കും. എനിക്ക് പേഴ്സണലി വലിയതൊന്നും തോന്നിയില്ല, വലിയ എക്സ്പെക്ടേഷൻ ഇല്ലാതെ കാണാൻ പോയത്. ഇവിടെ കുറച്ച് പാടായിരിക്കും, പക്ഷെ വേൾഡ് വൈഡ് ഉണ്ടല്ലോ. എനിക്ക് ബെറ്റർ ആയിട്ടാണ് തോന്നിയത്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലതായിരുന്നു, നല്ല മൂവിയായിരുന്നു. ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് വന്നത്. കുട്ടികൾക്ക് ഇഷ്ടമാണ് മൂവീസ് കാണാൻ, അങ്ങനെ വന്നതാണ്. ആ ത്രില്ലിംഗ് ആണ്, നല്ല ത്രില്ലിംഗ് ആണ്. എനിക്ക് ബെറ്റർ ആയിട്ടാണ് തോന്നിയത്. പിന്നെ കുട്ടികൾക്ക് എൻജോയ് ചെയ്തിരിക്കാൻ പറ്റുന്നുണ്ട്, വേറെ ബുദ്ധിമുട്ടില്ല. ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ത്രില്ലിംഗ് ആയിരുന്നു, കൊള്ളാം. ഒരു ആവറേജ് പടം തന്നെ. ഒരുപാട് വലിയ എക്സ്പെക്ടേഷൻസ് ഒന്നും ഇല്ലായിരുന്നു. ആളൊക്കെ കുറവാണ്. നിരാശ എന്ന് പറയാൻ ഭയങ്കരമായിട്ടൊന്നും ഇല്ല. ഭയങ്കര നിരാശയായിട്ടൊന്നും ഇല്ല. ഒരു നോർമൽ ഒരു ആവറേജ് പടം അത്ര തന്നെ. കൊള്ളായിരുന്നു. ക്ലൈമാക്സ് കൊള്ളാം, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആസ് യൂഷ്വൽ ആ സീരീസ് തന്നെയാണ്. ക്ലൈമാക്സ് നന്നായിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് കുറച്ച് ലാഗ് ഉണ്ട്. ആ സീരീസിൽ വന്നതിൽ കുറച്ച് നന്നായിട്ടുണ്ട്. സാധാരണ രീതിയിൽ അങ്ങനെ സെക്കൻഡ് വരുമ്പോൾ നന്നാകത്താണ്. പക്ഷേ ആ ക്ലൈമാക്സ് കൊണ്ട് അത് കറക്റ്റ് കൊണ്ട് അവർ യോജിപ്പിച്ചിട്ടുണ്ട്. അത് പറയാൻ പറ്റത്തില്ല. കാര്യം ഈ സിനിമ ഇപ്പോൾ ഒരുപാട് സിനിമ ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് പലതും പല രീതിയിലാണ്. പക്ഷേ ഒരു ഹോളിവുഡ് മൂവി എന്ന രീതിയിൽ കൊള്ളാം, നന്നായിട്ടുണ്ട്. കൊള്ളായിരുന്നു, കണ്ടുപിടിക്കാൻ നല്ല മൊമെന്റ്സ് ഒക്കെ ഉണ്ട്. സൂപ്പർ പടം കൊള്ളായിരുന്നു, സൂപ്പർ പടം. ജേസൺ മോമോ നല്ലതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ല പടം. ഇവിടെ കുറച്ച് പാടായിരിക്കും, പക്ഷെ വേൾഡ് വൈഡ് ഉണ്ടല്ലോ, കുഴപ്പമില്ല. പടത്തില് മെയിൻലി ആക്ഷൻ സീൻസ് ഒക്കെ സൂപ്പറാണ്. VFX നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്, എല്ലാം കൊള്ളാം. ഇൻട്രസ്റ്റിംഗ് ആണ്, കൊള്ളാം. കുഴപ്പമില്ല. കുറച്ച് കാർട്ടൂണിസ്റ്റ് ആയിട്ട് തോന്നി, കണ്ടിരിക്കാം. അങ്ങനെയില്ല, ഫസ്റ്റിനെ പോലെയൊക്കെ തന്നെ. ലാസ്റ്റിലെ ഫൈറ്റ് സീൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. ആ VFX ഒക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ എയർ ഫ്ലെക്സിൽ നല്ല കംഫർട്ടൊക്കെ ആയിരുന്നു. ഇൻട്രസ്റ്റിംഗ് ആണ്. നല്ല റേറ്റിംഗ് കൊടുക്കും. കുഴപ്പമില്ല, ആവറേജ് മൂവിയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലത്തെ ആ ഒരു ഹൈപ്പ് ഒന്നും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. കണ്ടുകൊണ്ടിരിക്കാം, ഒരു വൺ ടൈം വാച്ചബിൾ, അങ്ങനെ തോന്നിയുള്ളൂ. ആ സിനിമ നല്ല എൻ്റർടൈനിങ് ആയിരുന്നു. ബോറടിച്ചില്ല, നല്ലപോലെ എൻ്റർടൈനിങ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റി. കുഴപ്പമില്ല, നല്ല സിനിമയായിരുന്നു. കുഴപ്പമില്ലാത്തൊരു പടമായിരുന്നു. എൻഡിങ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അത്രയ്ക്ക് നിരാശപ്പെടുത്താനായിട്ടൊന്നുമില്ല. ഞാൻ കുറച്ച് ഓവർ എക്സ്പെക്ട് ചെയ്തതുകൊണ്ടായിരിക്കും. വ്യൂവേഴ്സിൻ്റെ ഡിസ്ക്രിപ്ഷൻ അത് കാണാനുള്ളതുണ്ടപ്പാ. ഓവർ എക്സ്പെക്ട് ചെയ്തുകൊണ്ടാണ്, അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല പടം. ബോറടിപ്പിക്കാം, പക്ഷെ ഫസ്റ്റിൻ്റെ അത്ര എത്തത്തില്ല. കുഴപ്പമില്ല, കണ്ടിരിക്കുക അത്ര തന്നെ. കുഴപ്പമില്ല, കൊള്ളാം. ലാസ്റ്റ് ബ്ലൂ ബീറ്റിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല, കൊള്ളാം. VFX കാര്യങ്ങളെല്ലാം കൊള്ളാം. ഫസ്റ്റിനെക്കാട്ടിയും ഇത്രയും കൂടെ ബെറ്റർ ആക്കാനും തോന്നിയിരുന്നു. എനിക്ക് പേഴ്സണലി വലിയതൊന്നും തോന്നിയില്ല, വലിയ എക്സ്പെക്ടേഷൻ ഇല്ലാതെ കാണാൻ പോയത്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. കുഴപ്പമില്ല, നൈസാണ്. അങ്ങനെയായിട്ടൊന്നുമില്ല, ചെറിയ ലാഗുണ്ട്. എന്നാലും കുഴപ്പമില്ല, കൊള്ളാം. നൈസാണ് മൂവി, പടം കൊള്ളാം. പഴയതിനെക്കാട്ടി അത്യാവശ്യം നൈസാണ്, കൊള്ളാം. കുഴപ്പമില്ലായിരുന്നു, കാണാൻ നല്ല രസമുണ്ടായിരുന്നു. കുറച്ചുകൂടി അന്ന് പഴയതിനെക്കാട്ടി ഇമ്പോർട്ടൻറ്റ്. കുഴപ്പമില്ല, അത്യാവശ്യം മീഡിയം ഇത് തന്നെ കാണാം.